ആഗോള ഊർജ്ജ വിപണിയിലെ നിർണായക ശക്തിയായ UAE പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പേക്കിൽ നിന്ന് പിന്മാറുന്നു. ഈ വാർത്ത ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ നയതന്ത്ര ബന്ധം അവസാനിക്കുന്നത് പശ്ചിമേഷ്യൻ മേഖലയിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വഴി തുറക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നതിനിടെ ചൊവ്വാഴ്ചയാണ് UAE തങ്ങളുടെ നിർണായക തീരുമാനം അറിയിച്ചത്. ഒപ്പേക്കിൽ നിന്ന് ഒപ്പേക് പ്ലസ് കൂട്ടായ്മയിൽ നിന്നും രാജ്യം പുറത്തുപോകും. എണ്ണ ഉൽപാദന ക്വാട്ടയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിദേശ നയങ്ങളിലെ മാറ്റങ്ങളുമാണ് ഇത്തരം വലിയൊരു നീക്കത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മെയ് 1 മുതൽ ഈ പിന്മാറ്റം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും. ഒപ്പേക്കിലെ രണ്ടാമത്തെ വലിയ എണ്ണ ഉൽപാദക രാജ്യമായ UAE പുറത്തുപോകുന്നത് സപ്ലൈ ശൃംഖലയെ ബാധിച്ചേക്കാം. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള എണ്ണ ഗ്രൂപ്പിന് ഇത് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വന്തം നിലയിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പുതിയ വിപണികൾ കണ്ടെത്താനുമുള്ള UAEയുടെ താല്പര്യവും ഈ പിന്മാറ്റത്തിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. UAEയുടെ ഈ നിർണായക തീരുമാനം ആഗോള വിപണിയിൽ പെട്ടെന്നുണ്ടായ ഒന്നല്ല, മറിച്ച് മാസങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങളുടെയും തന്ത്രപരമായ മാറ്റങ്ങളുടെയും ഫലമാണ്. സംഘടനകൾക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളാണ് ഒടുവിൽ ഇത്തരമൊരു വേർപിരിയലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം വരാനിരിക്കുന്ന മെയ് 1 മുതൽ UAEയുടെ ഒപെക് പിന്മാറ്റം പ്രാബല്യത്തിൽ വരും. ഇതോടെ സംഘടനയുടെ ഉൽപാദന നിയന്ത്രണങ്ങളിൽ നിന്നും UAE പൂർണ്ണമായും സ്വതന്ത്രമാകും. ഉൽപാദന പരിധി UAEയുടെ യഥാർത്ഥ ശേഷിയേക്കാൾ കുറവാണെന്ന പരാതി രാജ്യത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും കയറ്റുമതി ചെയ്യാനും ആഗ്രഹിക്കുന്ന UAEക്ക് ഒപ്പേക്കിന്റെ കർശനമായ നിയന്ത്രണങ്ങൾ വലിയ തടസ്സമായിരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യത്തിൽ വിള്ളലുകൾ വീണതായും ഓരോ രാജ്യവും തങ്ങളുടെ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതായും UAE നയതന്ത്ര പ്രതിനിധികൾ സൂചിപ്പിക്കുന്നു. ഒപ്പേക്കിലെ ഏറ്റവും വലിയ ശക്തിയായ സൗദി അറേബ്യയുടെ തീരുമാനങ്ങളോടുള്ള വിയോജിപ്പും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. എണ്ണ വിപണിയിൽ ഒരു സ്വതന്ത്ര ശക്തിയായി മാറുന്നതിലൂടെ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളിൽ കൂടുതൽ സംരക്ഷിക്കാൻ UAEക്ക് സാധിക്കും. UAEയുടെ ഈ പിന്മാറ്റം കേവലം സാമ്പത്തിക കാരണങ്ങളാൽ മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ശക്തമായ ഇടപെടലുകളുടെയും സുരക്ഷാ ആശങ്കകളുടെയും കൂടി ഫലമായാണ്. അമേരിക്കയുടെ നിലപാടുകളും പശ്ചിമേഷ്യയിലെ മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങളും ഈ തീരുമാനത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഒപെക് രാജ്യങ്ങൾ എണ്ണവില കൃത്യമായി ഉയർത്തി ലോകത്തെ കൊള്ളയടിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. അമേരിക്കയുമായി അടുത്ത പ്രതിരോധ വാണിജ്യ ബന്ധം പുലർത്തുന്ന UAEക്ക് ഇത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അവഗണിക്കാൻ കഴിയില്ല. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കടത്തിന് ഇറാൻ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ US തങ്ങളെ വേണ്ടത്ര സംരക്ഷിക്കുന്നില്ലെന്ന് UAEക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത ഒരു കൂട്ടായ്മയിൽ തുടരുന്നത് ഗുണകരമല്ലെന്ന ചിന്ത ഇതിലേക്ക് നയിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയവും സൈനികവുമായ ഐക്യം ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണെന്ന് UAE പ്രസിഡന്റ് നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് അഭിപ്രായപ്പെട്ടു. ഒപ്പേക്കിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കപ്പെടാത്തതും UAE പ്രകോപിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്നതിനേക്കാൾ ആഗോള വിപണിയിൽ ഒരു നയതന്ത്ര ശക്തിയായി മാറുന്നതാണ് തങ്ങളുടെ നയതന്ത്ര ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുമെന്ന് UAE വിശ്വസിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ സ്വന്തം പാത തിരഞ്ഞെടുക്കാനാണ് രാജ്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പേക്കിലെ രണ്ടാമത്തെ വലിയ എണ്ണ ഉൽപാദക രാജ്യമായ UAEയുടെ പിന്മാറ്റം ആഗോള എണ്ണ വിപണിയിൽ വലിയൊരു അനിശ്ചിതത്വത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. എണ്ണവിലയിലും വിതരണ ശൃംഖലയിലും വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഈ നീക്കം മൂലം ഉണ്ടായേക്കാം. UAEയുടെ സ്വതന്ത്ര നിലപാട് ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത വർദ്ധിപ്പിച്ചേക്കാം. ഉൽപാദന നിയന്ത്രണങ്ങൾ ഇല്ലാതാകുന്നതോടെ UAE കൂടുതൽ എണ്ണ വിപണിയിൽ എത്തിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഹ്രസ്വകാലത്തേക്ക് എണ്ണവില കുറയ്ക്കാൻ കാരണമാകാമെങ്കിലും ഒപെക് രാജ്യങ്ങൾ ഇതിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾ വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കും. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള എണ്ണ ഉൽപാദന ഗ്രൂപ്പിന് UAEയുടെ ഈ നീക്കം വലിയൊരു വെല്ലുവിളിയാണ്. ഖത്തറിനും അങ്കോളയ്ക്കും പിന്നാലെ UAEയും പുറത്തു പോകുന്നത് സംഘടനയുടെ ആഗോള സ്വാധീനം കുറയ്ക്കാൻ ഇടയാക്കും. ഈ സംഘടനയ്ക്കുള്ളിൽ മറ്റ് രാജ്യങ്ങളും സമാനമായ ചിന്താഗതി പുലർത്താൻ ഇത് കാരണമായേക്കാം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലുള്ള ഈ തീരുമാനം ഊർജ്ജ സുരക്ഷയെ പറ്റിയുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ ആഭ്യന്തര സാമ്പത്തിക ഭദ്രതയെയും പണപ്പെരുപ്പത്തെയും നേരിട്ട് ബാധിക്കും. ഒപെക്കിന് പുറത്ത് UAE അമേരിക്കയുമായും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുമായും നേരിട്ടുള്ള എണ്ണ വ്യാപാര കരാറുകളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ആഗോളതലത്തിൽ പുതിയ ഊർജ്ജ സഖ്യങ്ങൾ രൂപപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. UAEയുടെ പിന്മാറ്റം കേവലം ഒരു സംഘടനയിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള സാമ്പത്തിക ക്രമത്തിലും വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. വരും ദിവസങ്ങളിൽ ഒപെക് നേതൃത്വവും ലോകരാജ്യങ്ങളും ഈ നീക്കത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകരമാകും.